ഇസ്രായേൽ ഗാസയ്ക്കും ഫലസ്തീനികൾക്കും നേരെ നടത്തുന്ന നരനായാട്ടിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇതു സംബന്ധിച്ച സൂചനകൾ ഇസ്രായേൽ സർക്കാരിന് മുതിർന്ന നിയമ ഉദ്യോഗസ്ഥർ നൽകി. നെതന്യാഹുവിന് പുറമെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കോടതിയുടെ അറസ്റ്റ് നടപടി വാർത്തകളിൽ നെതന്യാഹു അസ്വസ്ഥനാണെന്നും അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്നും ഇസ്രായേലി പത്രമായ മാരിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതേസമയം സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ ശ്രമങ്ങളെന്നും അതിനെ തുരങ്കം വയ്ക്കുന്ന ICCയുടെ ഒരു ശ്രമവും ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു. അറസ്റ്റ് വാറണ്ട് വാർത്തകൾ ഒരു ഭാഗത്ത് സജീവമാകുമ്പോഴും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഹേഗിലെ കോടതിയെടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇസ്രായേലിനെ ബാധിക്കില്ലെന്നും ലക്ഷ്യം പൂർത്തിയാകും വരെ മുന്നോട്ടു പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഒക്ടോബറിന് ശേഷം ഇതുവരെ 34,000-ത്തിലധികം ഫലസ്തീനികളാണ് ഇസ്രായേൽ അതിക്രമങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.